ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് തന്നെ നേരം വെളുക്കുകയാണല്ലോ ഈശോയെ എന്നും പറഞ്ഞ് എഴുന്നേൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു പുതിയ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് സ്വന്തം വീട്ടിൽ നിന്നുള്ള ഒരു ബ്ലോഗ് ആയാലോ എന്ന് വെച്ചു കേട്ടോ. സാധാരണ എല്ലാ മാസവും വീട്ടിൽ വരുന്നതാണ്, ബട്ട് അന്നേരം ഒന്നും ഒരു ഡേ മൈ ലൈഫ് എടുക്കാനുള്ള ഒരു മൈൻഡ് സാധാരണഗതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നൊരു പ്രത്യേക പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഇരിക്കട്ടെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഗന്ധത്തിലായിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ സമയം രാവിലെ 10 മണിയായി. ഈ നേരത്തൊക്കെയാണ് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അന്നൊന്നും ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വന്നാൽ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. പിന്നെ ഹസ്ബൻഡും മക്കളുമുള്ള നമ്മുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ 6 മണി 6:30 ഈ ഒരു ടൈമിൽ ചാടി പിടിച്ച് എഴുന്നേൽക്കും കേട്ടോ. അവിടെ വീട്ടിൽ മോൾക്ക് ക്ലാസ്സിലെ ഡേയ്സ് ആണെങ്കിൽ 5:30 ഒക്കെ ആകുമ്പോൾ ചില ഡേയ്സ് എഴുന്നേൽക്കും കേട്ടോ. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ കൂടി വന്നാൽ ഒരു 6:30 അത്രേ പോകുള്ളൂ ഉറക്കം. എങ്ങനെയാണെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ഒരു അലറാമും വേണ്ട, ആരും വിളിക്കുകയും വേണ്ട. പക്ഷെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ടൈമാണ് കേട്ടോ എൻ്റെ ഈ ഒരു 10 മണി. അതിൽ കൂടുതൽ ഇതുവരെ പോയിട്ടില്ല. ഇവിടെ വന്നാൽ പല ദിവസം നടക്കൽ തന്നെ ഒരു സമയമാണ് കേട്ടോ. ഞാനിങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങി നടന്നൊക്കെയാണൊന്ന് ബ്രഷ് ചെയ്തിട്ട് കയറി വരിക കേട്ടോ. പിന്നെ മക്കളെ രണ്ടും രാവിലെ എഴുന്നേറ്റ് കേട്ടോ. അവരെ പിന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. പിന്നെ എന്നാണോ അങ്ങനെ വിളിക്കാറില്ല. ഇങ്ങനെ പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചെത്തിപ്പൂവിന്റെ കമ്പയിൽ ഒരു കിളിക്കൂട് കണ്ടത്. അപ്പം നോക്കാന്നേ ഉള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ച് മുട്ടയോ കിളിയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. ഞാൻ മാത്രമാണ് ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു കൈ കൊണ്ട് മോൻ എപ്പോഴും ഒരു കുറുക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പം മക്കൾ നേരത്തെ കഴിച്ചു, എന്നാലും അവനുള്ള ചെറിയൊരു ഫുഡൊക്കെ ആക്കലാണ് കേട്ടോ. എൻ്റെ കിടാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അവന് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിപ്പോൾ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എൻ്റെ കയ്യിൽ ചാടിക്കയറാതെ അവനൊരു സമാധാനം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനിയും ഞാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ മതി. അപ്പം മമ്മി ഇവിടെ നല്ല ഉഴുന്ന ദോശയും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാം. ഇനിയിപ്പം മോനുമായിട്ട് ചെറിയൊരു മല്ലുപിടുത്തം കേട്ടോ. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ആൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിപ്പോൾ അവിടെയാണെങ്കിലും ഇവിടെ ആയാലും എൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ പ്രാവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ മുട്ടയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ തൊട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുട്ടയിൽ അത് തന്നെ കിള്ളി ദൂരെ കളയും കേട്ടോ. അപ്പോൾ തൊടാതിരിക്കുകയാണ് ഇതുപോലെ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ പ്രാവിൻ്റെ അടുത്ത് നിന്ന് നേരെ നമ്മുടെ ഡോഗിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾ നല്ല കലിതുള്ളി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ, ഏറുപുല്ല്. ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതുപോലെ കൈൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അത് മേലോട്ട് കയറി പോകും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട അത് ഉള്ളോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങ് പോകുന്നില്ല, അത് എവിടെയെങ്കിലും ഉണ്ടാകും, പക്ഷേ അത് അങ്ങനെ പോകുന്നു. അപ്പോൾ അത് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു നമുക്കൊരു ത്രില്ലിനെയാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ലെയറായതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെയാകുമ്പോൾ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് സമയം കിട്ടാറില്ല. ഇപ്പം ചെറിയ തോതിലൊന്ന് സ്കിൻ കെയർ ചെയ്യാമല്ലോ എന്ന് വെച്ചോട്ടോ. അപ്പം ഞാൻ ടെറസിൻ്റെ മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മമ്മി ഇഷ്ടം പോലെ കറ്റാർവാഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ നിൽക്കില്ലേ, അപ്പം ഞാനിങ്ങനെ ഒടിച്ചൊടിച്ച് കുറച്ച് തേക്കാമല്ലോ എന്ന് വെച്ചോട്ടോ. അവിടെ വീട്ടിൽ 2 ചട്ടിയിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി നട്ട് പിടിപ്പിച്ചതാണ്. പക്ഷേങ്കിൽ അതിന് ഇങ്ങനെ ഉപയോഗിക്കാനൊന്നും ഒരു സമയവും സന്ദർഭമൊന്നും കിട്ടാറില്ല. ഇവിടെ വരുമ്പം പിന്നെ അതിനായിട്ട് സമയം ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ് കേട്ടോ. ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു വെട്ടം വെളിച്ചമൊക്കെ വന്ന പോലെയുണ്ട്. പിന്നെ നാച്ചുറലായിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് പേടി ഭയമൊന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മമ്മി ഏതാണ്ട് ഇവിടെ കുറച്ച് മമ്മിയുടെ കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫ്ലവർ ഉള്ളിച്ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇത് സാരി മുറിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതും. പിന്നെ ഇത് ചകിരിയില്ലേ, ചകിരി വെച്ച് ചെറിയൊരു കുടിൽ പോലെ അങ്ങനെ എന്തോ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മുടെ തെങ്ങിൻ്റെ തടിയിൽ അത് ചെറിയൊരു ആർട്ട് വർക്ക് ചെയ്താണ് കേട്ടോ ഇത്. പിന്നെ ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തതാണ്. ഇതുപോലെ ചെറിയ ചെറിയ വൈറ്റ് റോസാപ്പൂക്കൾ. ഇതുപോലെ തന്നെ പിങ്ക് കളർ വന്ന സാരിയാണ്. അതും ഇതുപോലെ മുറിച്ചിട്ട് ആക്കിയതാണ്. ഇത് ഷോൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇതും നമ്മൾ ഉള്ളിച്ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ. ഇതും സാധാരണ വൈറ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ മുല്ലമുട്ടുകളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വാഴയില, ഉണക്ക വാഴയില കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്ലവറാണ്. പിന്നെ ഇത് സാധാരണ വേസ്റ്റ് തുണി കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുത്തതാണ്. പിന്നെ ഇത് സാധാരണ നെറ്റ് ഡ്രസ്സിൻ്റെ അങ്ങനത്തെ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സാധാരണ കവറാണ്. പിന്നെ ഇത് വന്നിട്ട് റബ്ബർ കായ, അത് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ബബിൾസ് പോലെ ആക്കിയിട്ട് ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മമ്മി പുറത്തുനിന്ന് കാശ് കൊടുത്തിട്ട് ഫ്ലവർ ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല. എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് മാത്രമാണ് കേട്ടോ.
പിന്നെ ഫ്ലവറിൻ്റെ കളക്ഷനൊക്കെ നോക്കി നിന്നപ്പോഴത്തേനും മോന് ഫുഡ് കൊടുക്കുന്ന കാര്യം മറന്നു കേട്ടോ. പിന്നെ വേഗം ഫുഡ് കൊടുത്തതാണ്ട് ഈ ചെത്തിയിലെ ചുവട്ടിലേക്ക് അങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവനെ പിന്നെയും ഒരു പ്രത്യേകിച്ച് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കഴിക്കാൻ ഒരു മനസ്സുണ്ടാകും കേട്ടോ. അങ്ങനെ മക്കളുടെ കാര്യമൊക്കെ സെറ്റാക്കി ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മമ്മീൻ്റെ കൈ കൊണ്ട് വിളമ്പി തരുന്നതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും മനസ്സിറങ്ങി ഭക്ഷണം കഴിക്കും. അവിടെ ആകുമ്പോൾ നമ്മൾ തന്നെ വെച്ച് തന്നെ ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ ഒരു കഴിക്കാനൊക്കെ ഒരു മടി പോലെയൊക്കെയാണ്. പിന്നെ പകുതി വേസ്റ്റാക്കി കളയലാണ് പതിവ്. ഇവിടെ വന്നാൽ പിന്നെ ഞാൻ പാത്രം പഠിക്കലാണ് കേട്ടോ പതിവ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി മക്കളുമൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേക്കും. അവിടെ ആകുമ്പോൾ പിന്നെ ഉറക്കവും ഇല്ല, തിന്നില്ല തിന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും മമ്മി നല്ല കട്ടൻ ചായയും കുറച്ച് കറുമുറയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ലോട്ടൊക്കെ പറഞ്ഞിരുന്ന് എങ്ങനെയും വൈകുന്നേരം വരെ രാത്രി വരെ ആക്കും. അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയമൊന്നും പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പം സമയം ഒരു 7 PM ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും കഴിക്കുന്ന ടൈമൊന്നും ആയിട്ടില്ല. എനിക്ക് ഇവിടെ വന്നാൽ എപ്പോഴും വിശപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് സമയം കാലമൊന്നുമില്ല, എപ്പം നോക്കിയാലും വിശപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക വിധത്തിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഞാൻ സ്വന്തം വീട്ടിൽ വന്നാൽ ചെയ്യുന്ന എൻ്റെ ഡേ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.